ദുഃഖകരമായ വാർത്തകളോ പരാജയ സംബന്ധമായ വാർത്തകളോ ഗർഭിണികളെ അറിയിക്കരുത്. അവരുടെ മനസ്സ് അസ്വസ്ഥമാവാനും പരാജയ ഭീതി വരാനും കാരണമായി തീരും. ചില വീടുകളിലൊക്കെ ചില രസകരമായ സംഭവങ്ങൾ നടക്കാറുണ്ട്. ഗർഭിണികളെ കാണാൻ വരുമ്പോൾ എവിടെയാ കാണിക്കുന്നതെന്ന് ചോദിക്കും. ഓ, നീ അറിഞ്ഞില്ലേ, അവിടെയല്ലേ ഈ അടുത്തൊരു പെണ്ണ് രക്തം വാർന്ന് മരിച്ചത് എന്ന് പറയലോടുകൂടി ഈ സ്ത്രീ വല്ലാതെ വറിയാവുകയാണ്. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തതാണ്. പല കേസുകളിലും സമാന അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. രോഗികളെ കാണാൻ പോയാൽ രോഗ സന്ദർശന വിഷയത്തിൽ ഏറ്റവും നല്ല മര്യാദ പഠിപ്പിച്ചൊരു വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ആളുകളാണ് നമ്മൾ. അത് ഒരു മുസ്ലിമിൻ്റെ എണ്ണപ്പെട്ട മതബാധ്യതയിലൊന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സലാം കൊണ്ട് തുടങ്ങി പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകി കൂടുതൽ നിൽക്കാതെ പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് സന്ദർശന വേളയിൽ രോഗികളെ സന്ദർശിക്കുന്നവരോടും അവശരെ സന്ദർശിക്കുന്നവരോടും മറ്റൊക്കെ ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ളത്. കുറഞ്ഞ സമയം നിൽക്കുക, ആശ്വാസവാക്കുകൾ പറയാ, പ്രാർത്ഥിക്കുക. അസ്അലുല്ലാഹൽ അലീം റബ്ബിൽ അർശിൽ അദീം അൻ യശ്ഫിയക് എന്ന പ്രാർത്ഥന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചതായി വിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാനിത് പറയാൻ കാരണം, ചില ആളെങ്കിലും ഗർഭിണികളായ സ്ത്രീകളെ, പെൺകുട്ടികളെ സന്ദർശിച്ച് അവരെ അങ്കലാപ്പിലാക്കുന്ന രൂപത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തുന്നതായി കാണുന്നു. അതിൽ പ്രധാനമാണ് അവർ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ കുറിച്ചോ അവർ കൺസൾട്ടിങ്ങിന് പോകുന്ന ഹോസ്പിറ്റലിൽ സംഭവിച്ച ചില അപകട മരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക എന്നുള്ളത്. പ്രത്യേകിച്ചും തിബ്ബുൻ നബവിയിലൊക്കെ സൂക്ഷ്മതയുള്ള സോഷ്യൽ സൈക്കോളജിസ്റ്റുകളായ ചില പണ്ഡിതന്മാർ പറയണത്, പറ്റുമെങ്കിൽ പ്രഗ്നൻസി സമയത്ത് പത്രങ്ങൾ പോലും വായിക്കാതിരിക്കലാണ് നല്ലതെന്നാണ്. എന്തുകൊണ്ടെന്നാൽ അപകട വാർത്തകൾ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ വാർത്തകൾ, അങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന വാർത്തകൾ പ്രഭാതത്തിൽ തന്നെ വായിക്കേണ്ടി വരുന്നത് സ്വാഭാവികമായും ഇമോഷണലി ഇൻബാലൻസ്ഡ് ആയ വളരെ ശക്തി കുറഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിൽ വലിയ രോഗസാധ്യതയിലേക്ക് കുട്ടി നീങ്ങും.